തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ അടർന്നു പോരുന്നുണ്ട്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലിയാണ്. അപ്പോൾ ഈ റാഗി ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റാഗി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടത് റാഗി എന്നുള്ളത് അറിയാം. അപ്പോൾ ഏത് ഗ്ലാസ്സിനാണ് റാഗി എടുക്കണമെന്ന് വെച്ചാൽ അതേ ഗ്ലാസ്സിൽ ഉഴുന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2 ഗ്ലാസ് റാഗിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 ഗ്ലാസ് റാഗി എടുത്തു. നല്ലതുപോലെ 2-3 പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് വെക്കുകയാണ്. ഏകദേശം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റാഗി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ, അതായത് 2 ഗ്ലാസ് റാഗിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിൽ അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ കുതിരാനായിട്ട് വെച്ചിട്ട് ഞാൻ ഗ്രൈൻഡറിൽ അരയ്ക്കണേ. നിങ്ങൾ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറിൽ മാവൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കാനായിട്ടാണ്, അപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് അരയ്ക്കുന്നത് പോലെ തന്നെ രാത്രി അരച്ച് വെച്ച് രാവിലെ, അതായത് ഒരു 6 മണിക്കൂർ 8 മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. നമ്മുടെ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് ഇഡ്ഡലി പാത്രമൊക്കെ വെച്ച് വെള്ളം വെച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് മാവ് കോരി ഒഴിച്ച് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചു, ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു. ഏകദേശം ഒരു 15 മിനിറ്റ് നല്ലതുപോലെ ആവി വന്നു. നമ്മൾ തട്ടൊക്കെ വാങ്ങി വെച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, തൊട്ടാൽ തന്നെ വിട്ടുപോരുകയാണ്. അധികം ചൂടാറിയിട്ടില്ല ആ സമയത്ത് തന്നെ ഇങ്ങനെ. അപ്പോൾ എത്രമാത്രം സോഫ്റ്റാന്നുള്ളത് നോക്കിക്കോളൂ. നിങ്ങളും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ഹെൽത്തിയാണേ.